കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന ബജറ്റിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ബിരുദതലം വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസം. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം ഉന്നത വിദ്യാഭ്യാസം എന്നത് സാധ്യമാകാതെ പോകുന്നവർക്ക് ആശ്വാസകരമായിരുന്നു ആ പ്രഖ്യാപനം. എന്നാൽ ഇതിപ്പോൾ ആശങ്ക ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവസാന ബജറ്റിൽ ആർക്കും എന്തും പറഞ്ഞു പോകാമെന്നാണ് ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഇന്ന് പ്രതികരണം നടത്തിയത്. സാധാരണക്കാരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള ഈ പ്രഖ്യാപനം നടപ്പിലാക്കേണ്ടതല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ജനങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം എന്നത് ഇടത് സർക്കാർ മുന്നോട്ട് വെച്ച പ്രഖ്യാപനമാണ്. എന്നാൽ അതിനെ എതിർക്കുന്ന രീതിയാണ് നിലവിൽ UDF സർക്കാർ കൈകൊള്ളുന്നത്. ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണോ? കേൾക്കാം വിദ്യാർത്ഥികളുടെ പ്രതികരണം. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ വന്ന സർക്കാരിനെ കൊണ്ട് നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇടത് സർക്കാർ ചെയ്തതുപോലെയൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. അതിപ്പോൾ നമ്മൾ ഏതൊക്കെ തരം എടുത്തു നോക്കിയാലും ഇപ്പോൾ വിദ്യാഭ്യാസമാണ് നമ്മൾ മെയിൻലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം നല്ലൊരു കുതിപ്പായിരുന്നു വിദ്യാഭ്യാസ സംവരണങ്ങളിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ശിവൻകുട്ടി സാറ് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് നമുക്ക് നമ്മൾ കണ്ടറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നടപ്പാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ വീട്ടിലും ഫൈനാൻഷ്യലി ഒരേപോലെ, ഇപ്പം ഞാനും കുറേ സഫർ ചെയ്യുന്നുണ്ട് ഫൈനാൻഷ്യലി. അപ്പോൾ എഡ്യൂക്കേഷൻ ഏറ്റവും വേണ്ട കാര്യമല്ലേ, അപ്പോൾ അവർക്കത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പഴയ സർക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് പഴയ സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാരിൽ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നമുക്ക് ഡിഗ്രി തലത്തിലേക്ക് കൊണ്ടുവന്നത് നല്ല കാര്യമാണ്. കാര്യം ഞാനൊക്കെ മൂന്നാറിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തേയിലത്തോട്ടത്തിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരെ നിന്ന് ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഫീസും സ്ട്രക്ചറും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി സൗജന്യമായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പോലും ഇപ്പോൾ ഇല്ല. ഇപ്പം നിലയിൽ അഡ്മിഷൻ കിട്ടാനും പാടാണ്. അപ്പോൾ അത്രയും ദൂരെ നിന്ന് ഞങ്ങളൊക്കെ വന്ന് പഠിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് സർക്കാർ സൗജന്യമായിട്ട് എന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർ പറഞ്ഞിരുന്നു ഇത് നടപ്പാക്കാം, അല്ലെങ്കിൽ അത് അവരിങ്ങനെ ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷേ ഈ സർക്കാർ വന്നപ്പോൾ അത് പാടാന്ന് പറഞ്ഞാലും അത് അവർ പറയാൻ കാരണം ചിലപ്പോൾ അവരുടെ എക്കോണമി ആയിരിക്കും. കാരണം നമ്മുടെ ഡെവലപ്പർ തുടങ്ങിയപ്പം തന്നെ നമ്മുടെ സംസ്ഥാന കടങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അപ്പം അത് നിലവിലത്തെ സാഹചര്യത്തിൽ നടപ്പാക്കാൻ പറ്റത്തില്ലായിരിക്കും. ബട്ട് ആസ് എ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ അത് നടപ്പാക്കണമെന്ന് തന്നെയാണ്. കാരണം പല ആൾക്കാരും നല്ല കഴിവിട്ട കുട്ടികളായാലും എക്കണോമിക്കലി ബാക്ക്ലോഡ് ആയിപ്പോണ്ട്. കാരണം എനിക്ക് തന്നെ അറിയാവുന്ന പല കുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ പലതിന് ഫീസ് അടയ്ക്കാതെ പോകുന്നുണ്ട്. കോളേജസിൽ തന്നെ പല എക്സാമിൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റാതെ അവർ സെം എക്സാം എഴുതാതെ പോയിട്ടുള്ളവരുണ്ട്. റീഅപ്പിയറൻസ് ചെയ്തിട്ടുള്ളവർ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് അറിയാവുന്നുണ്ട്. മുൻ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി പുതിയ സർക്കാരും നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഉപകാരമുള്ള കാര്യമായിരുന്നു. സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് അതിലൂടെ മേ ബി മുന്നോട്ട് വരാൻ സാധിക്കുമായിരുന്നിരിക്കാം. ഇപ്പോൾ ഇവർ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെയും കാരണം എനിക്കറിയില്ല. ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതിയും സംസ്ഥാനത്തെ മറ്റുള്ള കാര്യങ്ങളും വച്ചിട്ടാവാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും മുന്നത്തെ സർക്കാർ മുന്നോട്ട് വെച്ച സൗജന്യ വിദ്യാഭ്യാസം ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്രദമായിരുന്ന ഒന്ന് തന്നെയാണ്. വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തിക ഭദ്രത അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടത് സർക്കാർ മുന്നോട്ട് വെച്ച പ്രഖ്യാപനം നടപ്പിലാക്കേണ്ടത് പുതിയ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും അഭിപ്രായം. ക്യാമറമാൻ MG മഞ്ജുഷിനോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.